ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഈ പഴം കൊണ്ട് ഞാൻ രണ്ട് തരം സ്നാക്സാണ് കാണിക്കുന്നത്. ഇതിതാ ഞാൻ സ്റ്റീം ചെയ്തെടുത്തതാണ്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എടുത്ത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായതുകൊണ്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം. പിന്നെ അതിന് വേണ്ടി കുറച്ച് നട്ട്സൊക്കെയാണ് എടുത്തത്. കുറച്ച് തേങ്ങയും അതുപോലെ ഈത്തപ്പഴം, അണ്ടി, ബദാം, മുന്തിരി. നട്ട്സ് എത്ര നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയും ഇട്ട് കൊടുക്കുക. ഈ പഴവും നട്ട്സൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാനാണ്. ഇനി നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഈ നട്ട്സൊക്കെ അതിലേക്ക് ഞാൻ കുറച്ച് വാൾനട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് മിൽമ ഗീ ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഈ നട്ട്സൊക്കെ നമുക്കൊന്ന് ഈ ഗീയിലൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇതിലേക്കിട്ട് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഈത്തപ്പഴവും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സാക്കിയതിന് ശേഷം പഞ്ചസാരൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടവും കുറക്കാറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് തന്നെ ഈ പഴവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഉടച്ചു വെച്ച പഴം ചേർത്ത് അതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക. ഇത് ചെറിയ ചൂടിൽ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി മിൽമ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സാക്കുക. അപ്പോൾ ഈ ചൂടായിട്ട് നല്ല ചെറിയ ചൂടിലെല്ലാം മിക്സായി നല്ല സോഫ്റ്റായിട്ട് വരും ഇത്. അതുപോലെ ആ ഗീൻ്റെ ആ ഒരു മണവും എല്ലാമായിട്ട് നല്ല മണവുമാണ്. പിന്നെ നമുക്കിത് പെട്ടെന്ന് നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാനും പറ്റും. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഓരോരോ ഷേപ്പിലാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കിയിട്ടെടുത്തത്. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഇത് കായടൊക്കെ ഉണ്ടാക്കുന്നത്, നമുക്കിപ്പോൾ കായട ഉണ്ടാക്കുമ്പോൾ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കെല്ലാം ആക്കാൻ പറ്റിയതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. ഇതിപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റുമാണ്. അതുപോലെ നല്ല നട്ട്സൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി കുറച്ച് പഴം ഉണ്ടായിന്, അതിനെ കൊണ്ട് കുറച്ച് കായടയാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ കുറച്ച് പഴം ബാക്കിയുള്ളതാണ്. അതിലേക്ക് ഞാൻ ഇപ്പം ഇതിന് മുട്ടപ്പണ്ട് ഉണ്ടാക്കാൻ വേണ്ടി 3 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ടക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിലാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ. അത് മധുരം കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കാം. പിന്നെ 2 ഏലക്കായ് നന്നായി കുത്തി പൊടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ നന്നായി മിക്സാക്കി എടുത്താൽ മതി. പിന്നെ നമുക്ക് ആ പണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് മിൽമ ഗീ തന്നെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഈ മുട്ട മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മിക്സാക്കി എടുക്കാം. മുട്ടയുടെ പണ്ടം റെഡിയായി. ഇനി നമുക്ക് ഈ പഴം എടുത്ത് ഇതുപോലെ ഓരോരോ ഉരുള എടുത്ത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആക്കിയാൽ മതി. ഇത് കൂടുതൽ ആൾക്കാർക്കും അറിയുമായിരിക്കും. ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ മുട്ടൻ്റെ
പണ്ടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒറ്റിയെടുത്താൽ മതി. നല്ല പഴം ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം നല്ല വൃത്തിക്കാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാ ഇതുപോലെ 2 തരം സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിപ്പം മുട്ട വെച്ചിട്ടും മുട്ട ഇല്ലാണ്ടും ആക്കിയതാണ്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. അത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പം ഫ്രൈ ചെയ്ത് കാണിക്കുന്നില്ല. ഞാനിപ്പം ഫ്രീസറിൽ വെക്കാനാണ് ഇത് ഉണ്ടാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.